നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പോൾ നമുക്ക് 3 കാർഡ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകണം എന്ന് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ചില തടസ്സങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പും അതേ ആ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുള്ളൂ. കാരണം ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് ആക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസ് സിറ്റുവേഷനിലേക്ക് പോകാനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഈ ഒരു വ്യക്തി. തീർച്ചയായിട്ടും നിങ്ങളെ ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുണ്ട് എന്നുള്ളത് മാത്രമല്ല, ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൂടിയാണ്.